ഈശോയിൽ വിശ്വസിക്കുന്ന നിന്നെ ദൈവപിതാവ് ഒരു വിശുദ്ധനായി വിശുദ്ധയായിട്ടാണ് കാണുന്നത് കേട്ടോ. ദൈവത്തിന്റെ ഹൃദയത്തില് കർത്താവിന്റെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോസ്തലൻ പൗലോസിലെ ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തില് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ മക്കളെ നോക്കി അഭിസംബോധന ചെയ്യുന്നത് യേശുവിൽ വിശുദ്ധരെന്നുള്ള നമ്മളിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നെറ്റി ഒളിയും. ഞാൻ വിശുദ്ധനാണോ, ഞാൻ വിശുദ്ധയാണോ? പണ്ട് ജൂതന്മാർക്കും അതുപോലെ തന്നെ റോമിലുള്ള പേഗൻ വിശ്വാസികൾക്കും ഇങ്ങനെയുള്ള പൗലോസ്ലിഹയുടെ അഭിസംബോധനയൊന്നും അവർക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്ദല മറിയം എങ്ങനെയാണ് വിശുദ്ധ മഗ്ദല മറിയമാണെന്നത്, അല്ലേ? ഇതുപോലെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലും ചിലപ്പോൾ ഒക്കെ തോന്നാറുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്കും തോന്നിക്കാണും, അതെങ്ങനെ എന്നെ വിശുദ്ധനെന്ന് അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ വിശുദ്ധയെന്ന് അഭിസംബോധന ചെയ്യുന്നത്? കുറവുകളും ബലഹീനതകളും ന്യൂനതകളുമുള്ള വ്യക്തികൾക്ക് വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ എന്നുള്ള പദവി അത് യോജിക്കുന്നതാണോ? അങ്ങനെ സംശയം ഉള്ളിലുണ്ടെങ്കിൽ അപ്പോസ്തലൻ പൗലോസ്ലീഹ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അഭിസംബോധന ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലൻ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും നീതീകരിക്കപ്പെടും. 2 കൊരിന്ത്യർ 5:20-21 വചനം, റോമ 4:24-25 വചനം, ഹെബ്രായർ 10:10 വചനത്തിൽ നമ്മൾ കാണുകയാണ് യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിലൂടെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ കൊണ്ട് തീരുവല്ല, വിശുദ്ധർ എന്ന ദൈവം നമ്മളെ നോക്കി വിളിക്കുമ്പോൾ അതൊരു വിളിയാണ്, വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ളൊരു വിളി. നമ്മൾ ഒരു സ്റ്റെപ്പ് ചവിട്ടിയിട്ട് വേണം, ഒരു ലാഡർ, ഒരു ഏണിയിൽ നമ്മൾ ഓരോ സ്റ്റെപ്പും ചവിട്ടി അല്ലെങ്കിൽ ഓരോ ചുവടുകൾ ചവിട്ടി മുകളിലോട്ട് കയറുന്നത് പോലെ വിശുദ്ധിയിൽ നിറഞ്ഞുള്ളൊരു ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം ഈശോയെ നോക്കി പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും ശക്തൻ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. വിശുദ്ധീകരിക്കപ്പെട്ട മക്കൾക്കാണ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും അഗ്നിയുടെ അഭിഷേകവും ഒക്കെ സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. ബാപ്റ്റിസം എന്ന ശുശ്രൂഷ തന്നെ എന്താണ്? യേശുക്രിസ്തുവിൽ നമ്മളെ തന്നെ സംസ്കരിക്കുകയാണ്. അപ്പം ജലത്തിലുള്ള സ്നാനം, ആത്മാവിലുള്ള സ്നാനം, അഗ്നിയിലുള്ള സ്നാനം, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് പഴയ ജീവിത രീതിയിൽ നിന്നുണ്ടായ പാപം നിറഞ്ഞ മനുഷ്യനെ വലിച്ചെറിഞ്ഞ് കൃപയുടെ അഭിഷേകത്തിൽ നിറഞ്ഞ് വിശുദ്ധിയിൽ ജീവിച്ച് നിത്യജീവിതത്തെ പുൽകുന്നതിന് വേണ്ടിയാണ്. അപ്പം അമ്മമാതാവിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രാർത്ഥന, യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ അവർ ആ വിശുദ്ധിയിൽ നിലനിന്ന് വിശുദ്ധിയിൽ ജീവിച്ച് വിളിച്ച വിളിയിൽ വിശ്വസ്തയോടെ നിന്ന് കൃപാഭിഷേകത്തിൽ നിറഞ്ഞു മുന്നേറി കൂടെ ഒരു 10,000 പേരെ 10,000 നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഇട്ടു, അത്രയും പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കയറുക എന്നുള്ള വിളിയിലേക്കാണ് സ്വർഗം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധനാണ് വിശുദ്ധയാണെന്ന് പറഞ്ഞ് നമ്മളിൽ അഹംഭാവം കൂട്ടാനല്ല, യേശുക്രിസ്തുവിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലെ അഹംഭാവത്തെ ദൈവം എടുത്തു മാറ്റും. നമ്മളെ അതാണ് പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാകട്ടെ. അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു, ആകൃതിയിൽ മനുഷ്യനെ പോലുള്ളവനെ തീർന്നു. അവൻ തന്നെ ശൂന്യനാക്കി, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം യേശുവിനെ നൽകി. സ്വർഗത്തിലെ ഭൂമിയിലുമുള്ള സകലതും യേശുവിന്റെ മുൻപിൽ മുട്ടുകൾ മടക്കും. ഇതെന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തിയെ നോക്കി പറയട്ടെ, നിങ്ങളെ ദൈവം വലിയൊരു വിളിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ചെറിയ വിളിയല്ല. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നത് ആക്സിഡന്റ് ആയിട്ടല്ല, ദൈവത്തിന്റെ പദ്ധതി കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ മിസ്റ്റേക്കുകൾ ദൈവം കണക്കിടാതെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുക, ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ദൈവം രമ്യതപ്പെട്ടു നിന്നോട്. എന്തിനാണ്? ഈ വിശുദ്ധി നിറഞ്ഞ ഈ വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്ന് ആ വിശുദ്ധിയുടെ അഭിഷേകത്തിൽ നിറഞ്ഞ് അനേകരെ വിശുദ്ധിയിലേക്ക് നയിച്ച് അങ്ങനെ നിന്റെ ജീവിതം തന്നെ കർത്താവിന്റെ കൃപയുടെ അഭിഷേകത്തിൽ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു ജീവിതമായി, നിന്നിലൂടെ അനേകർ ക്രിസ്തുവിൽ എത്തുന്നതിന് കാരണമായി തീരുന്നതിന് വേണ്ടി സ്വർഗം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്ന സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവിന് ഇന്ന് എന്നെ കേൾക്കുന്ന ചില വ്യക്തികൾ കുറേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ സന്ദേശം നിങ്ങൾക്കായിട്ട് നൽകുമ്പോൾ ഈ സന്ദേശത്തിന്റെ ഉൾക്കാമ്പ് എത്രമാത്രമാണ്. നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ദൈവം നിന്റെ ഉള്ളിൽ വന്ന് വസിക്കുവാൻ സ്വപ്നമിട്ടു. ആ ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്നുകൊണ്ട് ദൈവകുഞ്ഞാടായവൻ പരിഹാര ബലിയായി തീർന്നു നിനക്ക് വേണ്ടി. ഇന്ന്
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീതീകരിക്കപ്പെട്ട ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന നിന്റെ ഉള്ളിൽ അവിടുന്ന് വന്ന് വസിക്കുന്നു. ആ ദൈവത്തിൻ്റെ ഭവനമായി നീ മാറിയിരിക്കുന്നു. ഇന്ന് ക്രിസ്തുവിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട നിന്നെ സ്വർഗം വിളിക്കുകയാണ്, വിശുദ്ധ, വിശുദ്ധേ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ. ആ വിളിക്കനുസൃതമായി ജീവിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഓരോ ജീവിതയാത്രയിലും ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങനെ പരിപൂർണ വിശുദ്ധിയിൽ നീ ജീവിച്ച് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ സഭയും ലോകവും നിന്നെ വിശുദ്ധനെന്ന്, വിശുദ്ധയെന്ന് വിളിക്കുവാൻ ഇടയായിത്തീരും. ദൈവം നിന്നെ ഇപ്പോഴേ വിശുദ്ധനെന്ന്, വിശുദ്ധയെന്ന് വിളിക്കുന്നുണ്ട്. ലോകത്തിന് മുൻപിൽ നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായി തീരുമ്പോൾ അനേകർക്ക് നീ ഒരു മാതൃകയായി തീരുവാൻ ഇടയായിത്തീരുന്നു. ഇന്ന് പിതാവെ പ്രാർത്ഥിക്കുന്ന ഈ ഒരു സന്ദേശം നോക്കിൽ നിന്ന് എടുക്കുവാൻ അവിടുന്ന് എന്നെ ഫലമേൽപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നത്, കേൾക്കുവാൻ നിയോഗിക്കപ്പെട്ടവരെ അവിടുന്ന് ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ടോക്കിനിടയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ആത്മാവിൻ്റെ സ്നാനം, അഗ്നിയുടെ സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അത് ലഭിക്കുവാൻ ബാപ്റ്റിസം, ആ ബാപ്റ്റിസം ലഭിക്കുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് കിട്ടാത്തവർക്ക് അതെല്ലാം ലഭിക്കട്ടെ. ജലത്തിലുള്ള സ്നാനം, ആത്മാവിലുള്ള സ്നാനം, അഗ്നിയിലുള്ള സ്നാനം, ഇതെല്ലാം ലഭിച്ച് ക്രിസ്തുവിൻ്റെ നിറവിൽ ഞങ്ങൾ ഓരോരുത്തരുമായി തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായിരിക്കും. ഗോഡ് ബ്ലെസ് യു.